إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ അനുഷ്ഠിക്കാനും വിരോധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാൻ വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര പെട്ടെന്നാണ് അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അവസാന കാലമാകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ യതഖാറബസ് സമാനു. സമയം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതാണ്. ഫതകൂനു സനതു കശ്ശഹർ. ഒരു പുതിയ കൊല്ലം വരുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം കഴിഞ്ഞ മാസമല്ലേ പുതിയ കൊല്ലം വന്നത് എന്ന്. ഒരു മാസത്തിൻ്റെ ദൈർഘ്യം ഒരാൾക്ക് ഫീൽ ചെയ്യുള്ളൂ. വശഹ്റു കൽ ജുമുഅ. ഒരു മാസം ഒരാഴ്ച പോലെ തോന്നും. വളരെ പെട്ടെന്നാണല്ലോ കഴിഞ്ഞ മാസം. വതകൂനുൽ ജുമുഅതു കൽ യൗം. അല്ലേ, ഒരു ദിവസം, ഒരാഴ്ച ഒരു ദിവസത്തെ പോലെ ഫീൽ ചെയ്യുന്നതാണ്. ഒരു ദിവസം നമ്മളിങ്ങനെ തീയെത്തിക്കണ പോലെയാണ്. നമ്മളിങ്ങനെ ഗ്യാസിൻ്റെ ലൈറ്റ് ഓണാക്കുമല്ലോ, ഗ്യാസ് കത്തിക്കുമ്പോൾ 2 പൊട്ടിക്കലൊട്ടിച്ചാൽ ഗ്യാസ് കത്തും. അത്ര തോന്നുള്ളൊരു ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റായിട്ട് സമയം കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. അത് സമയം, ലോകം അതിൻ്റെ അവസാനത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ നമ്മളൊരു മാനസികാവസ്ഥ എന്താ വെച്ചാൽ ഏതൊരു കാര്യവും നമ്മൾ തയ്യാറാവും. ഏതൊരു സാധനം, ഒരു പരീക്ഷയാണെങ്കിൽ പോലും അതിനിങ്ങനെ വായിക്കണം എന്നൊക്കെ വിചാരിച്ച് വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ നോക്കും. പക്ഷേ പരീക്ഷ അടുത്തെത്തുമ്പോൾ നമ്മൾ വിചാരിച്ചൊന്നും നടക്കൂല. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി സപ്ലിക്ക് നോക്കാമെന്ന്.
ഇനി അടുത്ത പരീക്ഷയ്ക്ക് നോക്കാമെന്നാണ് നമ്മൾ വിചാരിച്ച് നമ്മൾ പഠിത്തം തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും, പറ്റണ്ടോയപ്പോൾ. അതേത് ഒരു പരിപാടി അങ്ങനെ തന്നെ നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ നോമ്പിനും ചില ആൾക്കാർക്കുണ്ടാവും. ഇപ്പോൾ പള്ളിയിലൊക്കെ വന്ന ആദ്യത്തെ ദിവസമൊക്കെ നല്ല നിറഞ്ഞിക്കും പള്ളി. പിന്നെ ഇങ്ങനെ ആകുമ്പം സൊഫിൻ്റെ എണ്ണം അങ്ങനെ കുറയും അല്ലേ. പള്ളിക്ക് ആദ്യം കണ്ട ആൾക്കാരൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ റമദാൻ്റെ മുമ്പും ആദ്യത്തെ സൊഫ് കണ്ട ആൾക്കാർ തന്നെ പിന്നെ അവസാനമാകുമ്പോഴത്തിന് പോലും മാത്രമാവും. മറ്റോലൊക്കെ എന്താ വെച്ചാൽ അത് നമ്മൾ വിചാരിച്ച മരുണ്ട് ആയി കിട്ടാത്തതുകൊണ്ട് പിന്നെ നിർത്തിപ്പോവുകയ്യ. അപ്പം അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പിൻ്റെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഏതൊരു കാര്യത്തിൻ്റെയും ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഫുട്ബോളാണെങ്കിലും അതിൻ്റെ അവസാനത്തെ 10 മിനിറ്റ് കാണാനേ മെച്ചമുണ്ടാവുള്ളൂ. വെറുതെ ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കളിയേണ്ടിരുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഗോളടിച്ചാലൊക്കെ ലാസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പാണെങ്കിലേ അതിൻ്റെ കൊട്ടിക്കലാശമാണ് അതിൻ്റെ ഏറ്റവും ഹരം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആക്കേണ്ട സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവിടുത്തെ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്താണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ ഹശ്റു ശദ്ദ മിഅ്സറഹു. ഓരോ കാര്യം അതിൽ പറയണ ഓരോ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ആയാൽ ശദ്ദ മിഅ്സറഹു, തുണി ഒന്ന് മുറുക്കി ഉടുക്കുന്നതാണ്. അതായത് നമ്മളുടെ ഒരുങ്ങ അറിയില്ലേ, മെനക്കെട്ട് അവിടെ ഒരുങ്ങിനാണ് എന്താ പറയുക, ശദ്ദ മിഅ്സറഹു വ അഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കുന്നതാണ്. രാത്രി ഉറങ്ങാണ്ട് ഉറക്കൊക്കെ പകലൻ തീർക്കുക, രാത്രി ഉറങ്ങാതെ എന്ത് ചെയ്യും, ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് അവസാനത്തെ 10ൻ്റെ പ്രത്യേകത. പിന്നെ വ ഐഖള അഹ്ലഹു, ഒറ്റക്കല്ല കുടുംബത്തെ എഴുന്നേൽപ്പിക്കുന്നതാണ്. കുട്ടികളൊക്കെ ഉറങ്ങിക്കോട്ടെ, പെണ്ണുങ്ങൾ പകൽ മുഴുവൻ പണിയെടുത്തല്ലേ വിചാരിച്ച് കണ്ട് ഓല ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കൂല. കുടുംബത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, എണീപ്പിച്ചിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവസാനത്തെ 10 വല്ലാത്തൊരു അനുഗ്രഹം അല്ലാഹു വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖദറിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ലൈലത്തുൽ ഖദർ ഉണ്ട്, ലൈലത്തുൽ ഖദർ ഉണ്ട്, 1000 മാസത്തേക്കാൾ മഹത്തരമാണ് എന്നുള്ളത്. അത് വെറുതല്ല. നോക്കി, 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷമാണ്, 83 കൊല്ലം. ഒരാൾ ചിലപ്പോൾ 83 കൊല്ലം ജീവിച്ചിരിക്കണം എന്ന് പോല. ഈ ഉമ്മത്തിൻ്റെ ആവറേജ് ആയുസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 60-70 അടിയിലാണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് 83 പറഞ്ഞാൽ. അതൊരു മാസം, അത് ഒരൊറ്റ ദിവസം, ഒരു രാത്രി. ഏതാണ് ആ രാത്രി? ഈ ലോകത്തെ ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യരിലും വെച്ച് ഏറ്റവും നല്ല മനുഷ്യന് ഏറ്റവും മുഖറമായ മലക്ക് വഴി ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല സമയത്തൊരു വിശുദ്ധ ഗ്രന്ഥം അവതരിച്ചിട്ടുണ്ട്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാർഗദർശനമായി അള്ളാഹു ഇറക്കിയ ആ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ച ദിവസമാണ് എന്ത്, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസമാണ് എന്ത് ചെയ്തത്, വിശുദ്ധ ഖുർആൻ അവതരിച്ചത് അല്ലേ. അത് 1-ാം ആകാശത്തേക്ക് എന്താ, ലൗഹുൽ മഹ്ഫൂദ് ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് റമളാനാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയതും അതേ റമളാനിൽ തന്നെയാണ്. അപ്പോൾ ആ റമളാനിൽ ലൈലത്തുൽ ഖദർ, ലൈലത്തുൻ മുബാറക്കത്തുൻ എന്ന് പറഞ്ഞ ആ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി ഈ ഒരു അവസാനത്തെ 10ലാണ് കിടക്കുന്നത്. അത് ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അത് അറിയിക്കണം എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിൻ്റെ അടുത്തേക്ക് വന്നു. പറയാൻ വേണ്ടി വന്നപ്പം അവിടെ 2 ആളുകൾ തമ്മിൽ വഴക്ക് കൂടി. എന്തോ ഒരു വഴക്ക് നടക്കുകയെന്ന് അവിടെ. അത് കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറപ്പിക്കപ്പെട്ടു എന്നാണ് ഹദീസിൽ കാണാൻ പറ്റുന്നത്. അതിലൊരു ഖൈറുണ്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് 23-ലോ 25-ലോ 27-ലോ 25-ലോ 27-ലോ 29-ലോ പ്രതീക്ഷിക്കാമെന്ന് ഇമാം ബുഖാരിൻ്റെ ഹദീസ് കാണാൻ പറ്റും. നിങ്ങൾ ഒറ്റയായ രാവിലെ പ്രതീക്ഷിക്കണം എന്ന് ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ അത് മിസ്സാകാതൊക്കെ എന്നുള്ളതാണ്. ആ 10 ദിവസങ്ങൾ അത്രത്തോളം
പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മളത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കൊല്ലത്തിൽ 12 മാസമുണ്ട്. ഈ 12 മാസത്തിൽ നമ്മൾ 11 മാസം ദുന്യാവായിട്ട് മല്ലിടന്നല്ല. നേരം വെളുത്താൽ നമ്മളെ പരിപാടിക്ക് ഇറങ്ങി നട്ടപ്പായിരിക്കൊക്കെ അല്ലേ നമ്മൾ പെരയ്ക്ക് കയറി ചെല്ലണം അല്ലേ? നമ്മളെ ജോലിയും നമ്മളെ ദുന്യാവും തന്നെയല്ലേ. 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓതിയാൽ ഓതി അല്ലേ? ആരെങ്കിലൊക്കെ വല്ലതും കുത്തി ചോദിച്ച് അടങ്ങാറാക്കി എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക കൊടുത്തു എന്നല്ലാതെ വേറെന്ത് ദീനാണ് നമുക്കുള്ളത്? വേറെന്ത്? നമ്മളെ ഉണ്ടാക്കിയതിന് എന്തിനാ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളയും റസൂലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കാനാണ് നമ്മളെ ഉണ്ടാക്കിയത് തന്നെ. എന്നിട്ട് നമ്മൾ ഈ 11 മാസം നമ്മൾ ഏർപ്പാടായിട്ട് നടക്കല്ലേ? ഒരു മാസം നിങ്ങൾക്ക് പടച്ചോന് കൊടുത്തുവിടും. ഒരു മാസം പടച്ചോനല്ല, ഞമ്മക്കും വേണ്ടിയാണ്. നമ്മളെ കബർക്ക് എല്ലാവരും പോവും, എല്ലാവരും നമ്മളെ കുജിലാക്കി മണ്ണിട്ട് പോവും. മക്കളൊക്കെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഒളിച്ചൊല്ലു, പിന്നെ ആരുണ്ടാവില്ല നമ്മളെ കൂട്ടിന്. ആ കബറിൻ്റെ ഇരുട്ടിൽ നമ്മൾ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ കൊടുത്തത് മാത്രമേ ബാക്കിയാവുള്ളൂ. അപ്പം അതിലേക്ക് വല്ലതും ഉണ്ടാക്കാനുള്ള സമയമാണിത്. അപ്പോൾ ബാക്കി 11 മാസമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ദുനിയാവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചു. ഈ ഒരു മാസം ഇത്രയും അനുഗ്രഹങ്ങൾ പടച്ചോൻ നൽകിയിട്ട് ഈ ആരോഗ്യമൊക്കെ നൽകിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം, ഒരു മാസം വേണ്ട, ഒരു 10 ദിവസം, ഒരു 10 ദിവസം രാവും പകലും അതിനു വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എന്ത് അഹങ്കാരികളാണ്, നമ്മൾ എന്ത് നന്ദി കെട്ടവരാണ് അല്ലേ? നമ്മൾ എന്ത് നന്ദി! ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് ഓരോ അനുഗ്രഹങ്ങളും ഓരോ രോഗികളെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എന്താ? നമുക്ക് എത്ര അനുഗ്രഹങ്ങളില്ലേ? കണ്ണിൻ്റെ അനുഗ്രഹം, ശരീരത്തിൽ ഒരു പനിച്ചിട്ടില്ല, നന്നായിട്ടൊന്ന് പനിച്ചാണ്ടല്ലോ നേരെ നീച്ചിക്കാൻ കൂടി പറ്റൂല, പെണ്ണുങ്ങളോ കുട്ടികളെ കൈയൊടിച്ച് ഒതുണ്ടാക്കാൻ കൊണ്ടോണ്ടി വരും. നന്നായിട്ടൊന്ന് പനിച്ചുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണത് സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ ആരോഗ്യമൊക്കെ നൽകിയിട്ട് ഒരു 10 ദിവസം പടച്ചോനും വേണ്ടി മാറ്റി വെക്കാൻ പറ്റൂലെങ്കിൽ നമ്മളെപ്പറ്റി ഒന്നും കൂടി ആലോചിക്കണം. എന്താണ് ഈ 10 ദിവസം നമ്മൾ ചെയ്യേണ്ടത്? പള്ളിയിൽ പോയിട്ട് വെറുതെ വർത്താനം പറഞ്ഞിരിക്കല്ല. ചില ആൾക്കാർ ഇങ്ങനെ കൂട്ടം കെട്ടി പള്ളിക്ക് പോയി, എന്നിട്ട് കുറേ മൊബൈലിക്ക് നോക്കിയിരിക്കും, കുറേ ഫേസ്ബുക്കും വാട്സപ്പും. ഇതിനല്ല സഹോദരങ്ങളെ നമ്മൾ അവസാനത്തെ 10 പള്ളിയേക്ക് പോണത്. നമ്മൾ പള്ളിയേക്ക് പോകേണ്ടത് എന്തിനാണ്? അവിടെ നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണുണ്ട് അല്ലേ? നിസ്കാരം എന്ന് പറഞ്ഞാൽ തഹജ്ജുദ്, രാത്രി നേരം പുലരുവോളാണ് അല്ലാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചിരുന്നത്. കാലുമ്മ നീര് കെട്ടിയെന്നു എന്നാണ് ആയിഷാ ബീവി ചോദിച്ചില്ലേ, എന്താ റസൂലെ, ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു താങ്കൾക്ക് പുറത്തു തന്നിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ വാപ്പ ഒരു 63 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യങ്ങനെ രാത്രി നേരം വെളുക്കോളം നിസ്കരിച്ച് കാലൊക്കെ നീര് കെട്ടി നിൽക്കുന്നത് കാണുമ്പം ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവും. ആയിഷാ ബീവി ചോദിക്കാണ്. ആയിഷാ ബീവിനെ തന്നെ അവസാനം വിത്തിറിന് മാത്രമേ നബി നീപ്പിച്ചലുള്ളൂ അല്ലേ? 8 റക്അത്ത് നബി ദീർഘമായി നിസ്കരിക്കും. ബക്കറയും ആലി ഇമ്രാനും നിസാ ഒക്കെ ഓതി നിസ്കരിക്കും. അവസാനത്തെ 3 റക്അത്തിനാണ് ആയിഷാ ബീവിനെ നീപ്പിക്കുള്ളൂ അല്ലേ? ആ കാല് കണ്ടിട്ട് ആയിഷാ ബീവി ചോദിക്കണം, നീര് വന്ന് മുട്ടിയ കാല് കണ്ടിട്ട്, എന്തിനാ റസൂലെ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചത്? നിങ്ങൾക്ക് പടച്ചോനൊക്കെ പുറത്തു വന്നിട്ടില്ലേന്ന്. എന്താ പറയുക, നമ്മളെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, കൊല്ലം ഉംറക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറയണേ, ഞാനങ്ങനെ അത്ര തെറ്റൊന്നും ചെയ്യണില്ല, അങ്ങനെ കൊല്ലം പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ അങ്ങനെ അത്ര തെറ്റ് ചെയ്യണോലൊക്കെ പോയാൽ മതി. ഇത്തികാഫിന് ഇപ്പോൾ ഒരു സുഹൃത്ത് പറയാൻ എന്നോട്, മൂപ്പര ഉമ്മാനെ ഇത്തികാഫിനുണ്ടാകാൻ നോക്കിയാലോ, അപ്പോൾ ഇജ്ജാണ് പോയാൽ മതി, ഞാനിപ്പോൾ എൻ്റെ മാതിരി അങ്ങനെ തെറ്റൊന്നും ചെയ്യണില്ല. അപ്പോൾ തെറ്റ് ചെയ്യണോൽക്കുള്ളതാ ഇത്തികാഫിരിക്കൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്യണോൽക്കുള്ളതാ ഉംറക്കോല്. അങ്ങനെയാണെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് നേരം വെളുക്കോളം നീര് വരുവോളം നിസ്കരിച്ച് എന്തിനാ സഹോദരങ്ങളെ? ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടൊരു മനുഷ്യൻ അല്ലേ? അഷ്റഫുൽ ഖൽക്ക്. ആയിഷാ ബീവി ചോദിച്ച ചോദ്യമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ്? എന്തിനാ നബി നിങ്ങൾ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചത്? എന്തിനാണെന്ന്. അഫലാ അബ്ദൻ ശക്കൂർ, നന്ദിയുള്ളൊരു അടിമയാകേണ്ട ആയിഷ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അല്ലേ? ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്നിട്ട് നന്ദിയുള്ളൊരു അടിമയാകണ്ടേന്ന്. കഴിഞ്ഞ ദിവസം ഹൃദയവും ശ്വാസകോശവും മാറ്റി വെച്ചൊരു ന്യൂസ് കേട്ടു അല്ലേ? ഞാൻ പറയേണ്ട ഒരാളെ 30 കോടി ഉറുപ്പ്യക്ക് അത്ര അമേരിക്കയിൽ പോയിട്ട് ഹൃദയവും ശ്വാസകോശവും മാറ്റി വെച്ചേക്കണത്. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും വിലയാണത് 30 കോടി ഉറുപ്പ്യാണ്. ഇതൊക്കെ വെറുതെ തന്നില്ല സഹോദരങ്ങളെ അല്ലേ? ഒരു 10 ദിവസം പടച്ചോന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് നീക്കി വെക്കാൻ പറ്റൂലെങ്കിൽ നല്ലോണം ആലോചിച്ചോളി സഹോദരങ്ങളെ, നല്ലോണം ആലോചിച്ചോളി. ഖബറിൽ ഒറ്റക്കേക്കാരം ആരും ഉണ്ടാവില്ല. നമ്മൾ
നിങ്ങൾക്ക് എന്തിനു വേണ്ടി മെനക്കെട്ടാലും, നിങ്ങൾ സമ്പത്തുണ്ടാക്കാൻ മെനക്കെട്ടാലും, നിങ്ങൾ പ്രശസ്തി ഉണ്ടാക്കാൻ മെനക്കെട്ടാലും, അതൊക്കെ ആ മണ്ണ് മേലെ വരുവോളം മാത്രം ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നും ബാക്കിയാവില്ല. ബാക്കിയാകണ മൂന്നേ കാര്യമുള്ളൂ. ഒന്ന് സ്വാലിഹായ സന്താനാണ്. ഐറ്റങ്ങളെ രാത്രി നീപ്പിച്ച് പള്ളിയേക്ക് കൊണ്ടുപോയാൽ, ഐറ്റങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞമ്മക്കും വേണ്ടി ദുആയിരുന്നാൽ, അല്ലേ, എൻ്റെ ബാപ്പാക്ക് പോയി ഞാനൊരു ഉംറ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞമ്മക്കും വേണ്ടി ഐറ്റങ്ങൾ പോയി ഒരു ഉംറ ചെയ്താൽ അതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ മക്കൾ, പിന്നെ എന്തെങ്കിലും ഒരു ജാരിയത്തായ സ്വതക്ക ബാക്കി വെച്ചിക്കണമെങ്കിൽ അതിന് കിട്ടണ കൂലിയ സഹോദരങ്ങളെ ഖബർക്ക് വന്ന് കിട്ടും. ഒരു നല്ലൊരു ഉപകാരപ്രദമായ അറിവിനും എന്തെങ്കിലും ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഖൈർ ഖബർക്ക് ഉണ്ടാകും. പിന്നെ ചെയ്തതേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചോളി. നിങ്ങൾ ഖുർആൻ എന്താ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂൽ ചോദിക്കുകയാണ് സഹാബിയാലോട്. പള്ളിക്കങ്ങനെ കൂടിയിരിക്കുന്ന സഹാബത്തിനോട് അള്ളാൻ്റെ റസൂൽ ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ നിസ്കാരം കഴിഞ്ഞുകാണ്ട് പെരീക്കാണ് ചെല്ലുമ്പോഴേ അവിടെ ഉമ്മറത്തുണ്ട് നല്ല 3 ചുവന്ന ഒട്ടകങ്ങൾ ഞങ്ങളെ കാത്തുക്കുണ്ട്. തടിച്ച് കൊഴുത്ത 3 ചുവന്ന ഒട്ടകങ്ങൾ നിങ്ങൾ പെരീക്ക് നിസ്കരിച്ച് ചെല്ലുമ്പം അവിടെ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ്. ഏതൊരു അറബിക്കും ഏറ്റവും ക്രൈസുള്ള സാധനമാണ്. നാടൻ അറബിയാളെടുത്തൊന്നും ഇങ്ങനത്തെ ചുവന്നൊട്ടകം ഉണ്ടാവില്ല. നല്ല കായുള്ള നല്ല മുതലാളിമാർക്കാണ്, അറബികൾക്കാണ് ഫാമും ചുവന്നൊട്ടകൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുക. അന്നത്തെ കാലത്തും അങ്ങനെ തന്നെ നല്ല ചുവന്നൊട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് അറിയണ ഏറ്റവും മുന്തിയ 3 കാറ്, അല്ലേ, ഒരു റോൾസ് റോയ്സോ അല്ലെങ്കിൽ റേഞ്ച് റോവറോ, അതല്ലെങ്കിൽ ഏറ്റവും നല്ല ഓടിൻ്റെ 8ഓ അല്ലെങ്കിൽ മേബാക്കിൻ്റെ ബെൻസോ, ഇതൊക്കെ മുന്തിയ കാറാണ്. ഈ 3 കാറ് ഈ പാണമ്പ്ര അങ്ങാടിയിൽ ആർക്കാണ്, അല്ലെങ്കിൽ വേണ്ട ഈ മലപ്പുറം വെസ്റ്റിൽ ആർക്കാ ഈ 3 കാറും ലോൺ എടുക്കാതെ ഇന്ന് വാങ്ങാൻ കഴിവുള്ള ആർക്കാ അവിടെ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആർക്കെങ്കിലും ഉണ്ടോ ലോൺ എടുക്കാതെ ഞാൻ ഈ പറഞ്ഞ 3 കാർ ഒന്ന് പോയിട്ട് വാങ്ങാനുള്ള പൈസ ഇവിടെ ആരെടുത്തല്ലേ? നിങ്ങൾ പെരീക്ക് തിരിച്ചു ചെല്ലുമ്പം ഈ 3 കാറും നിങ്ങളെ മുറ്റത്ത് നിർത്തിയിട്ട് നിങ്ങൾക്കും വേണ്ടി എന്ന് പറയുമ്പം അതറിയണോ സന്തോഷത്രൈകാരം. അപ്പം അറബികൾ സഹാബത്ത് പറയണ്, തീർച്ചയായും നബി ഞങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നിസ്കാരത്തിൽ ഓതുന്ന 3 ആയത്തുണ്ടല്ലോ, ആ ആയത്ത് അതിനേക്കാൾ ഹൈറാണെന്ന്. നിങ്ങൾ നിസ്കാരത്തിൽ ഇഖ്ലാസോട് കൂടി അർത്ഥം അറിഞ്ഞുകൊണ്ട് തഖ്വയോടുകൂടി ഹൃദയത്തിൽ തട്ടിയിട്ട് 3 ആയത്ത് നിങ്ങൾ നിസ്കാരത്തിൽ ഓതിയാലേ നിങ്ങൾക്ക് 3 മുന്തിയ കാറിനേക്കാൾ ഹൈറാണ്. അതിനേക്കാൾ ഹൈറായിട്ട് ഒന്നുമില്ല എന്നാണ്. 4 ആയത്തല്ലാതെ എന്ന്. അതിനേക്കാൾ ഹൈറ് 5 ആയത്തല്ലാതെ എന്ന്. സഹോദരങ്ങളെ, ഈ 3 ആയത്ത് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ച് ബേജാറാകണ്ട. 3 ആയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ്, ഇത് 3 ആയത്താണ്. ബെൻസിനേക്കാള്, അല്ലേ, റോൾസ് റോയ്സിനേക്കാള് ബാക്കിയുള്ള പോലെ കാറ് കണ്ട് സങ്കടപ്പെടണ്ട. ഈ കാറൊക്കെ കേടുവരും. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ മോഡൽ മങ്ങും, അല്ലേ, അതിൻ്റെ കളറ് മാറും, അതിൻ്റെ ഫാഷൻ പോവും, അതിന് സ്ക്രാച്ച് വരും, അത് കുത്തും, പഞ്ചറാവും. ഇതൊന്നുമില്ലാത്ത 3 എങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാലല്ലേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. എന്നാൽ നിങ്ങൾ നോക്കി, ഇതിന് അനന്തമായ മരണമില്ലാത്ത അസുഖമില്ലാത്തൊരു ലോകത്ത് ഇതിനേക്കാൾ ഹൈറായത് തരും എന്ന് പടച്ചോൻ പറയുമ്പം അതിനോടൊരു ആഗ്രഹമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പള്ളിക്ക് പോയിരുന്നിട്ട് നാട്ടിർത്താനം പറയല്ല, സ്ഥലക്കച്ചവടം നടത്തല്ല, ബ്രോക്കറോട് പള്ളിയേക്ക് വരാൻ പറയല്ല ചെയ്യേണ്ടത്. ഈ 10 ദിവസം നമ്മൾ ദുനിയാവിൻ്റെ കാര്യം ചർച്ച ചെയ്യരുത്. നമ്മൾ ദീനുമായി ബന്ധപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, ളുഹയൊക്കെ ജീവിതത്തിൽ മരിക്കടിന് മുമ്പ് ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് 12 റക്അത്ത് നിസ്കരിച്ചൂടെ? എന്നും നിസ്കരിച്ചണ്ട, ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ ഞാൻ 12 റക്അത്ത് ളുഹ നിസ്കരിച്ചിരുന്നെന്ന് പറഞ്ഞൂടെ? അതിനൊക്കെ പറ്റിയൊരു ചാൻസാണ് ഈ 10 ദിവസം. അത് പറ്റുമെങ്കിൽ ഇത്തികാഫ് തന്നെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി നന്മകളിലൂടെ മുന്നേറുക. രണ്ടാമത്തത് പരമാവധി ഖുർആൻ പാരായണം ചെയ്യുക. നോക്കി, സലഫുകളൊക്കെ എടുത്തു നോക്കിയാൽ, സഹാബത്തിനൊക്കെ എടുത്തു നോക്കിയാൽ പരമാവധി ഖുർആൻ അവർ റമളാനിൽ ഓതിയിരുന്നു. 3 ദിവസം കൊണ്ടും 7 ദിവസം കൊണ്ടൊക്കെ ഖത്തം തീർത്ത ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിൽ കാണാൻ പറ്റും. അവരത്രയും ഖുർആൻ ഓതും. അതിൻ്റെ ഓരോ ലഫ്ദിനും കൂലിയാണ്, ഓരോ ഹർക്കത്തിനും നമുക്ക് കൂലിയാണ്, അല്ലേ? അലിഫ് ലാം മീം ഒറ്റ ഹർഫല്ല എന്നാണ്. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അതിനൊക്കെ പടച്ചോൻ കൂലി തരുമെന്നാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, സ്വതക്ക അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുക. ഒരിക്കലും സ്വതക്ക കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങളെ സമ്പത്തിൽ ഒരു കുറവും വരില്ല. എത്ര സ്വതക്ക കൊടുത്തോ
അത്ര പടച്ചോങ്ങൾക്ക് ദുന്യാവിൽ തന്നെ വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളത് നമുക്ക് അത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞാണ്. ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അള്ളാൻ്റെ റസൂൽ പറഞ്ഞാണ്. അതുകൊണ്ട് അതിൽ ഖൈറുണ്ടാവും. അതൊരിക്കലും ഒരു പിശുക്കാലിച്ച് നിൻ്റെ സമ്പത്ത് കുറഞ്ഞു പോകുമെന്ന് ഭയപ്പെട്ട് നിങ്ങൾ സ്വതക്ക കൊടുക്കാതിരിക്കരുത്. അതെന്ത് ചെയ്യുക? വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത പബ്ലിസിറ്റി കൊടുക്കുക. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ പബ്ലിസിറ്റിൻ്റെ കാലം. എല്ലാം ഫേസ്ബുക്കിലും റീൽസൊക്കെ ആയിട്ട് 100 റുപ്യേൻ്റെ സ്വതക്ക കൊടുത്താൽ 1000 റുപ്യേൻ്റെ പബ്ലിസിറ്റി കൊടുക്കുന്ന കാലാണത്. അതുകൊണ്ട് നീയത്തിൽ കളങ്കം പറ്റാത്ത രൂപത്തിൽ അത് സ്വീകരിക്കപ്പെടണേ എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി എന്ത് ചെയ്യുക? സ്വതക്ക കൊടുക്കുക. അതിൻ്റെ മാസമാണ്. എല്ലാം കൊടുക്കുക. സ്വതക്ക, ഭക്ഷണം, കിറ്റ്, വസ്ത്രം, ഇതൊക്കെ എന്ത് ചെയ്യുക? ആവശ്യമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ അറിയേണ്ട, നമ്മൾക്ക് ചുറ്റുമുള്ള ഈ മഹല്ലിലെ ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്താണ്. പടച്ചോൻ ചോദിച്ചത് മതത്തെ കളവാക്കിയവനെ നീ കണ്ടോന്നാണ്. അതുകൊണ്ട് തിന്നാൻ കിട്ടാത്തവന് തിന്നാൻ കൊടുക്കാതിരിക്കുക, പ്രേരിപ്പിക്കാതിരിക്കുക എന്നുള്ളത്, അതിനുവേണ്ടി ഒരു പിന്തുണയും നൽകാതിരിക്കുക എന്നുള്ളത് ഈ മതത്തെ കളവാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? അത് കാറ്റിനേക്കാൾ അടിച്ചു വീശുന്ന രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക കൊടുത്തിരുന്നത്. ആരാണ് റസൂൽ സഹോദരങ്ങളെ? കുറേ സ്വത്തുള്ള മനുഷ്യനായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു മദീന കാലഘട്ടത്തിൽ നബിൻ്റെ റൂമിക്ക് കയറി ചെന്നിട്ട് ഉമർലാവിന് കരഞ്ഞു പോയി എന്നാണ്. അവിടെ ആകെ കണ്ടതെന്താ അറിയോ? കുറച്ച് ബാർലി മാത്രമാണ് ആ റൂമിലുണ്ടായിരുന്നത്. അന്ന് ബാങ്കോ ATM ഒന്നുമില്ല. ഉള്ളത് എവിടെയെങ്കിലും കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ആക്കി വെച്ചിട്ടില്ല. ഉള്ളത് സ്വർണ്ണാക്കി ലോക്കറിൽ വെച്ചിട്ടുള്ള കാലഘട്ടമല്ലത്. ഉള്ളത് റൂമിൽ തന്നെ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും സമ്പാദിച്ചത് റൂമിലുണ്ടാകുന്ന കാലഘട്ടമാണ്. ആ റൂമിക്ക് നോക്കിയിട്ട് കുറച്ച് ബാർലി മാത്രമാണ് ആ റൂമിലുള്ളത്. നബി ഇങ്ങനെ ഉറങ്ങി എണീറ്റ് വന്നപ്പം, നബി ഉറങ്ങുന്നു, മുർലാൻ വന്നപ്പോൾ നബി ഉറക്കത്തിന് എണീറ്റപ്പം ആ ഈത്തപ്പനൻ്റെ മട്ടലിൻ്റെ പാട് പുറത്ത് കണ്ടിട്ട് മുർലാന് കരച്ചിൽ വന്നു എന്നാണ് അല്ലേ. കിസ്റ കൈസർ രാജാക്കന്മാരൊക്കെ നല്ല മെത്തയിലാണ് ഉറങ്ങണേ, നബി നല്ലൊരു കിടക്കണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അവരൊക്കെ ദുനിയാവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അതിനാണ് പ്രാധാന്യം നൽകുന്നത്. നമ്മൾ അങ്ങനെ അല്ലല്ലോ ഉമറെ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉള്ളത് കൊടുക്കുക. ആ നബിനെ കുറിച്ചാണ്, ആ ഒന്നുമില്ലാത്ത നബിനെ കുറിച്ചാണ് എന്ത് പറഞ്ഞത്? നബി വീശിയടിക്കുന്ന കാറ്റിനെ പോലെ സ്വതക്ക കൊടുത്തിരുന്നു. എല്ലാവർക്കും ധാരാളം, കയ്യിലുള്ളത് മുഴുവനും കൊടുത്തിരുന്ന ഒരു ശീലമാണ് അവസാനത്തെ 10 ആയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അവസാനത്തെ 10 നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് സഹോദരങ്ങളെ നമ്മൾ തീരുമാനിക്കുക. പിന്നുള്ളത് ഇഴ്തികാഫാണ്. ഇഴ്തികാഫ് മുൻകാലങ്ങളിലെ പ്രവാചകന്മാരല്ലേ, നമുക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് സൂറത്തുൽ ബക്കറയിലെ ആയത്തിൽ ആ കഅബ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് എന്ത്? വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല അൻ തുഹിറ ബൈതി ലിത്വാഇഫീന വൽ ആകിഫീന. തവാഫ് ചെയ്യുന്നവർക്കും ഇഴ്തികാഫ് ഇരിക്കുന്നവർക്കും വേണ്ടി എന്ന് പറഞ്ഞാണ്. അപ്പം അന്ന് കാലം മുതലേ ഉള്ള ഒരു സമ്പ്രദായമാണ്. ജാഹിലിയ്യ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു രാത്രി പള്ളിയിൽ ഇഴ്തികാഫ് ഇരിക്കാൻ നേർന്നത് നബിനോട് വന്ന് പറയുന്നുണ്ട്, നബിയെ ഞാൻ ജാഹിലിയത്തിൽ ഒരു ദിവസം പള്ളിയിൽ ഇഴ്തികാഫ് ഇരിക്കാൻ നേർച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ അറിയോ? അത് നല്ല നേർച്ചയാണല്ലോ ഉമറേ, അതുകൊണ്ട് ഇത് വീട്ടിക്കളാന്നാണ് പറഞ്ഞത്. അത് മുസ്ലിം ആയതിനു ശേഷം വീട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഇഴ്തികാഫ് എന്ന് പറഞ്ഞാൽ ഒരു ആരാധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചതാണ്. അതുകൊണ്ട് അവസാനത്തെ 10ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഴ്തികാഫ് ഇരുന്നത്. അപ്പോൾ അതിന് നമുക്ക് നിയത്ത് വെച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നമ്മൾ പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള, പോകുന്നുണ്ടെങ്കിൽ അതിന് ഷർത്ത് വെച്ചിട്ട് ഇരിക്കാൻ പാടുള്ളൂ. ഞാൻ ഡ്യൂട്ടിക്ക് പകൽ പോകുന്ന ഒരാൾ തീരുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഇഴ്തികാഫ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ പകൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ രാത്രി ഇഴ്തികാഫ് ഇരിക്കണം. അത് എന്ന് വന്നിരിക്കണം. വീട്ടിലേക്ക് പോകാനോ ഭാര്യമാരുമായി ബന്ധപ്പെടാനോ ഒന്നും പാടുള്ളതല്ല. അതേപോലെ തന്നെ ഞാൻ എപ്പോൾ ആണെങ്കിലും പുറത്തു പോകുന്ന ഉപാധി വെച്ചിട്ട് ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഉപാധി ഇഴ്തികാഫിനില്ല. നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ പറഞ്ഞ് നിയത്ത് വെക്കണം. പിന്നെ 10 ദിവസം നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? അതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം? വർത്തമാനത്തിനും നാട്ടുവർത്താനത്തിനും ബിസിനസ്സിനും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ആ സമയം ചെലവഴിക്കരുത്. പരമാവധി നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലുമായിട്ട് എന്ത് ചെയ്യണം? ദിക്റുകളിലും ദുആകളിലും. ദുആ മറ്റ് ഒരു ഇബാദത്താണ്. അദ്ദുആഹു ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് ആരാധനയാണ്. അതുകൊണ്ട് ദുനിയാവാണെങ്കിലും ആഖിറത്തിൻ്റെ വിഷയമാണെങ്കിലും നന്നായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ
തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതലായിട്ട് ഈ ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനാ ഇത്രത്തോളം എന്താണ് ഇസ്തിഗ്ഫാർ നടത്തുന്നത് അല്ലേ? ഞാൻ ഇപ്പം അങ്ങനെ തെറ്റൊന്നും ചെയ്യണില്ല. അത് നേരത്തെ പറഞ്ഞല്ലേ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്തപ്പോൾ എന്നും ഉംറക്ക് പോകാൻ, എല്ലാ കൊല്ലം ഉംറക്ക് പോകാൻ മാത്രമുള്ള തെറ്റൊന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞാൽ, മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് സദസ്സിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, മഴല്ല, ഭയങ്കര ഒരു ദൂരനാട്ടിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവിടെ ഭയങ്കര വരൾച്ചയാണ്, വലിയ പ്രയാസമാണ്, കന്നുകാലികളൊക്കെ ചത്തുപോവുകയാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ മഴ പെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ തിരിച്ചുപോയി, ആ സംഘം തിരിച്ചു പോയി എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പം വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, വഴിയാത്രക്കാർ ഭയങ്കരമായിട്ട് വഴിയാത്രയിൽ ഭയങ്കരമായി കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, കൊള്ള സംഘത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് യാത്രയിലൊക്കെ. അപ്പോൾ അതിനെന്താണൊരു മാർഗം എന്ന് ചോദിച്ചപ്പോഴും അതിനും അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അറിയോ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വേറൊരാൾ വന്നിട്ട്, കുട്ടികളില്ല, കുറേ കാലമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോടും ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞു ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന്. അപ്പോൾ ഇത് കേട്ടിരുന്ന ശിഷ്യന്മാർ അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് 3 വ്യത്യസ്ത പ്രശ്നവുമായി വന്ന 3 വ്യത്യസ്ത ആളുകളോട് നിങ്ങൾ ഒരേ ഉത്തരമാണല്ലോ പറഞ്ഞത്, എല്ലാവരോടും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പം അദ്ദേഹം സൂറത്തു നൂഹിലെ ആയത്തണ്ട് ഓതി കൊടുക്കുക ചെയ്തത്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. എന്താണ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് എന്ത് ചെയ്യണം, ഇസ്തിഗ്ഫാർ തേടണം. അപ്പോൾ എന്ത് ചെയ്യും, പാപമോചനം തേടണം. ഇന്നഹു കാന ഗഫാറ, ഇന്നഹു കാന ഗഫാറ. നമ്മൾ 2 കൈ പടച്ചോനിലേക്ക് ഉയർത്തിയിട്ട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ പടച്ചോൻ പുറത്തു തരാതിരിക്കൂല എന്നാണ്. പടച്ചോന് ലജ്ജയാണ് എന്നാണ്. ഉയർത്തിയ കൈ ഒന്നും കൊടുക്കാതെ തിരിച്ചു വിടുക എന്നുള്ളതിന് പടച്ചോൻ ലജ്ജിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് അത് വെറുതെ ആവില്ല. ആ കൈ പൊന്തിച്ചുകൾ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ, ഒരു ഇസ്തിഗ്ഫാർ നടത്തിയാൽ അത് വെറുതെ ആവില്ല എന്നുള്ളതാണ്. പിന്നെ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. എന്താണ് ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നിങ്ങൾക്ക് അവൻ തരും എന്ന് പടച്ചോൻ സൂറത്തു നൂഹിൽ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് മഴ ഇല്ലാത്തവരോട് എന്ത് പറഞ്ഞത്, മഴയെ തേടി വന്നവരോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. പിന്നെ സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് അവൻ നിങ്ങളെ പോഷിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താ ഒരാൾ ജീവിതത്തിൽ ഏറ്റവും വലിയ അസറ്റായിട്ട് കാണുന്ന 2 സാധനം എന്താ? ഒന്ന് മക്കൾ തന്നെയാണ്. കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും അത് കൈമാറാൻ ഒരു അനന്തരാവകാശം ഇല്ലാത്തവൻ്റെ സങ്കടം അത് അവനെ അറിയുള്ളൂ. അതവന് മക്കൾ വേണം, എന്തിനും മക്കൾ വേണം. പിന്നെ മക്കൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കയ്യിൽ കാശും വേണം. ഇത് 2ഉം പടച്ചോൻ തരുന്നതാണ്. ഇത് 2ഉം പടച്ചോൻ തരുന്നു. നിങ്ങൾ പോയി മെനക്കെടണം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. ബാക്കി പടച്ചോൻ തരുന്നതാണ്. സഹോദരങ്ങളെ, ഇത്രയും സിമ്പിളായിട്ടില്ലേ അല്ലേ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള വീഡിയോകളാണ് അതൊക്കെ. എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ മതി, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ മതി. മക്കളും തരും, സമ്പത്തും തരും. പോഷിപ്പിക്കുന്ന പറഞ്ഞത്, പോഷിപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് അതിനൊക്കെ ഉള്ളൊരു സമയമാണ് ഈ അവസാനത്തെ 10. അതുകൊണ്ട് ഒരിക്കലും നഷ്ടാവില്ല. ഇത് പടച്ചോനായിട്ടുള്ള ഡീലാണ്. ഒരിക്കലും ചതിക്കാത്ത, ഒരിക്കലും വഞ്ചന കാണിക്കാത്ത, ഒരാളോടും അക്രമം ചെയ്യാത്ത, ഏറ്റവും നീതിമാനും കാരുണ്യവാനും ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്ന, നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന വദൂദായ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അള്ളാഹു തുറന്നു വെച്ച അവസരങ്ങളാണ്. സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു വെച്ച് നരകത്തിൻ്റെ വാതിലുകൾ ബന്ധിച്ചുകൊണ്ട്, പിശാചുക്കളെ ബന്ധിച്ചുകൊണ്ട് ഈ റമദാനിൽ വലിയൊരു എളുപ്പം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര എന്ന അള്ളാഹു എളുപ്പത്തെയാണ് ഈ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവൻ പാപങ്ങൾ പുറത്തു തരും. നിങ്ങൾക്ക് തഖ്വയുണ്ടാകാനുള്ളത് ഇത്ര
ഇത്രയും അവസരങ്ങൾ അള്ളാഹു നമ്മളെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ട് സഹോദരങ്ങളെ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഈ അവസാനത്തെ 10 നന്നായി ഒരുങ്ങിക്കൊണ്ട് ഇബാദത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് മുഴുകണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് രണ്ടാമതും എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമളാനിൻ്റെ സകല അനുഗ്രഹങ്ങളും റഹ്മത്തുകളും വാരിക്കൂട്ടി നാളെ നമ്മുടെ കർമ്മരേഖയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു റമളാനായി അല്ലാഹു ഇതിനെ മാറ്റുമാറാകട്ടെ. കൂടുതൽ റമളാനിലേക്ക് അള്ളാഹു നമ്മൾക്ക് തുറവി നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാൻ നഷ്ടപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ റസൂല് മിമ്പറമ്മൽ നിന്ന് ശപിച്ച, അതായത് ഈ റമളാൻ കയ്യിൽ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുന്ന ആളുകൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ ഓതിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെടുക എന്നത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ദുനിയാവിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സങ്കല്പിക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. നമ്മൾ ആഖിറത്തിനെ കുറിച്ചൊരു യഥാർത്ഥ ബോധം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം, അവിടെ നരകത്തിൽ അകപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ നഷ്ടം അല്ലേ. നാളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക. നാശം എന്ന് പറഞ്ഞ എന്താ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഗ്രാമർ വാക്ക് ഭംഗി കൂട്ടാനും ഗ്രാമർ ചുരുക്കാക്കാൻ വേണ്ടിയിട്ടല്ല ഈ നാശം എന്നൊക്കെ പറയുന്നത്. നാശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നാണ്. അത് വലിയ അള്ളാഹുവിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരനായി നിൽക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇന്ന് ദുന്യാവിനേക്കാൾ നാളെ ആഖിറത്തിലാണ്. ആ വിചാരണ നടക്കുന്ന സന്ദർഭത്തിൽ, വിചാരണയുടെ സന്ദർഭത്തിൽ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ എൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. അത് ഗൗരവമുള്ള വിഷയമാണ് അല്ലേ. അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിനോട് പറയാണ്, നിങ്ങളിൽ നിന്നുള്ള ഒരാളുടെയും കർമ്മം കൊണ്ടല്ല നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാന്ന്. ആരോടാ പറയണേ? നമ്മളോടല്ല പറയണേ. നമ്മളോട് പറഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, കാരണം നമ്മൾ അത്രയ്ക്ക് ചെയ്യണുള്ളൂ. ആരോടാ പറഞ്ഞത്? സഹാബത്തിനോടാ പറഞ്ഞത്. ജീവൻ കൊടുത്തവരോടാ പറഞ്ഞത്. സ്വന്തം ബാപ്പാനെ ബദറിൽ വധിച്ചവരോടാണ് പറഞ്ഞത്. സ്വന്തം ബാപ്പാനെ ഒരാൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. സ്വന്തം മക്കളെ ഒരാൾ യുദ്ധത്തിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തിന്? അള്ളാഹുവിൻ്റെ ആദർശത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ കലിമത്തിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സ്വന്തം പിതാക്കളെയും മക്കളെയും വധിച്ചവരാണവർ. അതിനേക്കാൾ വലിയൊരു കർമ്മം എന്താണ്? മരണഭയമില്ലാതെ ആ ജിഹാദിന് വേണ്ടി യുദ്ധത്തിനിറങ്ങി തിരിച്ചവരാണവർ. എല്ലാം നഷ്ടപ്പെട്ട് ഈ ആദർശത്തിന് വേണ്ടി നാടും വീടും ഉപേക്ഷിച്ചവരാണ്. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് റളിയല്ലാഹു അൻഹും. എന്നിട്ട് അവരെ നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്വർഗത്ത് പോകില്ലാന്ന്. ഒരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നബിനോട്. വല്ലാത്തൊരു ചോദ്യമാണത്. നബി നിങ്ങളോ ചോദിച്ചു. നിങ്ങളോന്ന്? ഞങ്ങൾ പോകില്ലെങ്കിൽ നേരം വെളുക്കോളം നിസ്കരിച്ച് നിങ്ങൾ പോകുമെന്ന്. ഞാനും പോകൂല എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നമ്മളെ മൂടിയാലല്ലാതെ എന്നാണ്. ആ കാരുണ്യം വർഷിക്കണ മാസമാണ് സഹോദരങ്ങളെ ഈ റമളാൻ. നഷ്ടപ്പെടുത്തരുത് ഒരു സെക്കൻഡ് പോലും.
എന്ന് ഓർമ്മപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖിമിസ് സ്വലാ.